ശബരിമല എന്ന മതത്തിന്റെ പവിത്രതയും അതുപോലെ ഭക്തരുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്ത സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അതിന്റെ ചരിത്രപരമായ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും അതുപോലെ CPM-ന്റെ സജീവ നേതാവുമായ N. വിജയകുമാറിന്റെ അറസ്റ്റും അതിനെ തുടർന്നുള്ള റിമാൻഡ് നടപടികളും കേരളത്തെ ഭക്തജനങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണ്ണപ്പാളികൾ വിട്ടു നൽകാൻ മുൻ ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനൊപ്പം വിജയകുമാറും സജീവമായി ഗൂഢാചരണം നടത്തിയെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഭരണസമിതിയുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്നവ കൂടിയാണ്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി N. വിജയകുമാറിനെ ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുക കൂടിയാണ്. സ്വർണ്ണപ്പാളി പുതുക്കുന്നതായി ബന്ധപ്പെട്ട കേസിൽ 12ാം പ്രതിയും ദ്വാരപാലക ശില്പ നിർമ്മാണ കേസിൽ 15ാം പ്രതിയുമായ വിജയകുമാറിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത്. പത്മകുമാറിനെതിരെ വിരൽ ചൂണ്ടുന്ന വിജയകുമാറിന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തീരുമാനമെടുത്തത് പത്മകുമാറും വിജയകുമാറും ചേർന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നടപടിക്കായി ഔദ്യോഗിക രേഖകളിൽ ബോധപൂർവം കൃത്രിമം കാണിക്കുകയും ബോർഡിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാൻ പ്രതികൾ പരസ്പരം സഹകരിക്കുകയും ചെയ്തുവെന്നും 2019 മാർച്ച് 19 പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന വേളയിൽ മിനിറ്റ്സിൽ സ്വർണം എന്ന വാക്ക് വെട്ടി ചെമ്പെന്ന് പത്മകുമാർ തിരുത്തി എഴുതിയത് ഗൂഢാലോചനയുടെ പ്രത്യക്ഷമായ തെളിവായി അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഈ തിരുത്തുകളെല്ലാം ഭരണസമിതിയിലെ മറ്റംഗങ്ങളുടെ അറിവോടെയാണോ എന്ന കാര്യത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സഖാവ് പത്മകുമാർ പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു എന്ന വിജയകുമാറിന്റെ മൊഴി രാഷ്ട്രീയ വിധേയത്വം ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തെ എങ്ങനെ മറികടന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. പത്മകുമാറിനെ അന്ധമായി വിശ്വസിച്ചതുകൊണ്ട് ഫയലുകൾ വായിച്ചു പോലും നോക്കാതെ ഒപ്പിടുകയായിരുന്നു എന്ന് വിജയകുമാർ പറയുമ്പോഴും ഒരു ബോർഡംഗം എന്ന നിലയിൽ ഫയലുകൾ പരിശോധിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അഴിമതി നടന്ന രീതി പരിശോധിക്കുമ്പോൾ ശബരിമലയിലെ സ്വർണത്തിന്റെ അളവിലും തൂക്കത്തിലും വരുത്തിയ വലിയ തോതിലുള്ള കൃത്രിമമാണ് പുറത്തു വന്നിരിക്കുന്നത്. പഴയ സ്വർണ്ണപ്പാളികൾ ഉരുക്കി പുതിയവ നിർമ്മിക്കാൻ കരാർ നൽകിയപ്പോൾ അതിൽ എത്ര ഗ്രാം സ്വർണം ഉപയോഗിച്ചിരുന്നതിലോ എത്ര പണിക്കൂലി നൽകിയെന്നതിലോ സുതാര്യത ഉണ്ടായിരുന്നുമില്ല. സ്വർണ്ണപ്പാളികളിൽ മറ്റ് ലോഹങ്ങൾ ചേർത്തോ എന്ന സംശയവും നിലനിൽക്കുന്നുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നതായി ബോർഡ് യോഗങ്ങളിൽ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖകളിൽ മാറ്റിയത് അഴിമതിയുടെ ആസൂത്രണം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം വഴിമാറ്റപ്പെട്ടുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കളയിൽ രാജ്യാന്തര ബന്ധത്തിന്റെ കണ്ണിയെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ദിണ്ടുക്കൽ സ്വദേശി മണിയെ ചോദ്യം ചെയ്തതിലൂടെ സ്വർണം എവിടേക്ക് കടത്തിയെന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയും ചെയ്യും. വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അത്യന്തം നാടകീയം കൂടിയായിരുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ബോർഡിലെ മറ്റംഗങ്ങളായിരുന്ന വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഹൈക്കോടതിയിലെ രൂക്ഷമായ ചോദ്യമാണ് അന്വേഷണ സംഘത്തെ ഉണർത്തിയതും. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശം വന്നതോടെ അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തു. അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറിയ വിജയകുമാർ ദിവസങ്ങളോളം ഒളിവിൽ കഴിയുക കൂടിയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ നിലപാട് കടുപ്പിച്ചതോടെ പോലീസ് വിജയകുമാറിന്റെയും ബന്ധുക്കളുടെ വീടുകളിൽ റെയ്ഡും നടത്തി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന വികാരാധീനമായ സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പമെത്തിയാണ് അദ്ദേഹം കീഴടങ്ങിയത്. CPM തിരുവല്ലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ വിജയകുമാറിന്റെ ഈ പ്രവർത്തികൾ പാർട്ടിയും പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വിജയകുമാറിന്റെ വളർച്ചയും CPM-ഉമായുള്ള ബന്ധവും ശ്രദ്ധേയം കൂടിയാണ്. ഇടത് സംഘടനാ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരിക്കെ അക്രമ സമരത്തിന്റെ പേരിൽ UDF സർക്കാർ അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരുന്നുവെങ്കിലും പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാർ തിരിച്ചെടുക്കുക കൂടിയായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം CPM നോമിനിയായാണ് അദ്ദേഹം ദേവസ്വം ബോർഡിൽ അംഗമാകുന്നത്. പാർട്ടിക്കുള്ളിൽ സ്വാധീനം ഉപയോഗിച്ച് അഴിമതികൾ മറച്ചു പിടിക്കുകയും അതിൻ്റെ അഴിമതികൾക്കെല്ലാം മറപിടിക്കുക കൂടിയായിരുന്ന ആരോപണം രാഷ്ട്രീയ എതിരാളികൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. CPM സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ കർശന നിലപാടുകൾ പാർട്ടിയെ നിശബ്ദമാക്കുകയും ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശബരിമല വിഷയം UDF-ഉം BJP-യും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും വിജയകുമാറിനെ പോലുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ അറസ്റ്റ് പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയുമായിരുന്നു. മുൻകാല വിവാദങ്ങളെയും ഈ കേസ് വിരൽ ചൂണ്ടുന്നുമുണ്ട്. സ്വർണ്ണപ്പാളി കേസിന് പുറമെ കെട്ടിടപ്പാളി കേസ്, ദ്വാരപാലക ശിലാക്കേസ് എന്നിവയിലും വിജയകുമാർ പ്രതിയാണ്. ശബരിമലയിലെ കെട്ടിടപ്പാളി സ്വർണം പൂശിയതിലും ദ്വാരപാലക ശില്പങ്ങൾ നിർമ്മിച്ചതിലും സമാനമായ രീതിയിലുള്ള കൃത്രിമങ്ങൾ നടന്നതായും സൂചനകളുണ്ട്. പ്രധാന തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് പറയുന്നതായിരുന്നു രീതി എന്നതിനാൽ വായിച്ചു നോക്കാതെ ഒപ്പിട്ടുന്ന വിജയകുമാറിന്റെ വാദം മുൻകാലങ്ങളിലെ
അഴിമതികളെയും ചോദ്യം ചെയ്യുന്നത് കൂടിയാണ്. പത്മകുമാറിന്റെ ഭരണകാലത്ത് നടന്ന പല പ്രവൃത്തികളും ഇപ്പോൾ സംശയ നിഴലിലുമാണ്. ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും ബോർഡ് അംഗമായി തനിക്ക് പങ്കൊന്നുമില്ല എന്നുമുള്ള വാദം റിമാൻഡ് റിപ്പോർട്ടിലെ ഗൂഢാലോചന കുറ്റങ്ങൾ പുറത്തു വന്നതോടെ നിലനിൽക്കാതെയുമായി. കേസിലെ അന്താരാഷ്ട്ര ബന്ധവും പോലീസ് ഗൗരവത്തോടെ കാണുകയും ചെയ്യുന്നു. ദിണ്ടുക്കൽ മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള ഉരുപ്പടികൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസും കരുതുന്നത്. മണിക്ക് വ്യാജ സിം കാർഡുകൾ എടുത്തു നൽകിയവരോടും ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളായ ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ SIT കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. പ്രതികളെ മുഖാമുഖം ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ കൂടുതൽ ഉന്നതരുടെ പങ്കും പുറത്തുവരുമെന്നാണ് പോലീസ് വൃത്തങ്ങളും പറയുന്നത്. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ KP ശങ്കർദാസിന്റെ നിലയും പരുങ്ങലിൽ തന്നെയാണ്. പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത മാസം 1 കോടതി പരിഗണിക്കുകയും ചെയ്യും. വിജയകുമാറിനെ പോലെ തന്നെ ശങ്കർദാസിനെതിരെയും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ആരോപണം ശക്തവുമാണ്. ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇതെല്ലാം ഇവർക്കെതിരെയുള്ള കുരുക്ക് മുറുക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്ന് പത്മകുമാറും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിന് ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന ഹൈക്കോടതിയുടെ നിലപാട് കേസിൽ ഇപ്പോൾ വഴിത്തിരിവായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു അഴിമതി കേസ് എന്നതിലുപരി കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ വഞ്ചിച്ച പറ്റിച്ച ഒന്നായി മാറിയിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ ദേവസ്വം ബോർഡിന്റെ തണലിൽ നടന്ന ഈ കൊള്ളയിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത് സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ അവകാശപ്പെടുന്നത് പോലെ ശബരിമല വിഷയത്തിൽ BJP UDF പ്രചാരവേലകൾ പരാജയപ്പെട്ടോ എന്നത് വരും തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാവുകയും ചെയ്യും. എങ്കിലും പന്തളം നഗരസഭ തിരിച്ചുപിടിച്ചത് LDFന് ആശ്വാസം കൂടിയാണ്. അമിത ആത്മവിശ്വാസം, സംഘടനാ ദൗർബല്യം, പ്രാദേശിക വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാണ് അപ്രതീക്ഷിത തോൽവിക്ക് കാരണമായെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിലെ ദേവസ്വം ഭരണരംഗത്തെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിജയകുമാറിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന ജനുവരി 12-നകം കൂടുതൽ നിർണായകമായ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടായേക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കരാറുകാരനും ദേവസ്വം ബോർഡ് ഭരണാധികാരികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വരും ദിവസങ്ങളിൽ തെളിയുകയും ചെയ്യും. സഖാവ് പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു എന്ന മൊഴി കേരളത്തിലെ രാഷ്ട്രീയ നിയമനങ്ങളുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഒക്കെ ഭയാനകമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നിയമത്തെയും നീതിയേക്കാൾ രാഷ്ട്രീയ വിധേയത്വത്തിന് മുൻഗണന നൽകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളായ ലക്ഷക്കണക്കിന് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. വിജയകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും വിദേശ ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 31-നകം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ SIT ഇത് ശക്തമായി എതിർക്കുകയും ചെയ്യും. ശബരിമല എന്ന പുണ്യക്ഷേത്രത്തിന്റെ മറവിൽ നടന്ന ഈ പകൽക്കൊള്ളയുടെ ഓരോ ചുരുളും വരും ദിവസങ്ങളിൽ അഴിയുമെന്ന് തന്നെ കരുതുകയും ചെയ്യാം. ഭക്തരുടെ സമർപ്പണമായ സ്വർണം കൊള്ളയടിക്കാൻ കൂട്ടുന്ന ഭരണസമിതി അംഗങ്ങൾ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉറപ്പുവരുത്തുന്നുമുണ്ട്. വരും ദിവസങ്ങളിലെ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾക്കും നടപടികൾക്കും കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.